പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളിൽ വച്ച് അതീവ നിഗൂഢതകളും അതിലേറെ വൈശിഷ്ടങ്ങളും ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചതയം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് ശതഭിഷക് അഥവാ 100 വൈദ്യന്മാരുടെ നക്ഷത്രമെന്ന് ചതയത്തെ വിശേഷിപ്പിക്കുന്നു. രാഹു ഭരണാധിപനായ കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് അസാമാന്യമായ ബുദ്ധിശക്തിയും ദീർഘവീക്ഷണവും ജന്മസിദ്ധമാണ്. എന്നാൽ കാലത്തിന്റെ ചക്രഗതിയിൽ 2026 ഏപ്രിൽ മാസം എത്തുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനത്തിന്റെ കാഹളമാണ് മുഴങ്ങുന്നത്. ഏപ്രിൽ മാസം മലയാളിക്ക് കേവലം ഒരു മാസം എന്നതിലുപരി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിന്റെ മാസമാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഭാഗ്യ നിർഭാഗ്യങ്ങളെയും അളക്കുന്ന മാനദണ്ഡമായി നാം വിഷുബലങ്ങളെ കാണുന്നു. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മാസം എന്നത് സുവർണ അവസരങ്ങളുടെയും കഠിനമായ വെല്ലുവിളികളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന വൻ മാറ്റങ്ങളാണ്. കുംഭരാശിക്കാരായ ചതയം നക്ഷത്രക്കാർ ഇപ്പോൾ 7.5 ശനിയുടെ മധ്യഘട്ടത്തിലൂടെ അഥവാ അതിന്റെ ശക്തമായ സ്വാധീനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ശനി 2ാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ഇരുളടങ്ങിയ ഈ പാതയിൽ ഒരു വലിയ വെളിച്ചമായി മാറുന്നത് ദേവഗുരുവായ വ്യാഴത്തിന്റെ സ്ഥിതിയാണ്. ഭാഗ്യസ്ഥാനമായ 5ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ വ്യാഴം നിൽക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഒരു വലിയ സുരക്ഷാ കവചം തീർക്കുന്നു. എന്തുകൊണ്ടാണ് 2026 ഏപ്രിൽ മാസം ചതയം നക്ഷത്രക്കാർക്ക് ഇത്രത്തോളം നിർണായകമാകുന്നത്? ഒന്നാമതായി 10ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് വഴി തൊഴിൽ രംഗത്ത് വലിയൊരു സ്ഫോടനാത്മകമായ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. രണ്ടാമതായി സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വിഷുക്കാലം നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഭരണാധികാരത്തെയും ഉന്നതിയിലെത്തിക്കും. എന്നാൽ മറുവശത്ത് രാഹുവിന്റെ നക്ഷത്രമായ ചതയത്തിൽ ജനിച്ചവർക്ക് രാഹുവിന്റെ തന്നെ ചില നിഗൂഢ സ്വാധീനങ്ങൾ ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾക്കും വഴിതെളിച്ചേക്കാം. ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് 2026 ഏപ്രിലിലെ വിഷുക്കണി നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എത്രത്തോളം മാറ്റുകൂട്ടും എന്നതാണ്. നിങ്ങളുടെ കരിയറിൽ ഒരു വിദേശ യാത്രയ്ക്കുള്ള യോഗമുണ്ടോ? ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ വിശ്വസിക്കാമോ? മക്കളുടെ വിവാഹം അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കായി പണം കണ്ടെത്താൻ സാധിക്കുമോ? ശനിയുടെ കാർക്കശ്യവും വ്യാഴത്തിന്റെ കാരുണ്യവും തമ്മിലുള്ള ഈ വടംവലിയിൽ ചതയം നക്ഷത്രക്കാർ എപ്രകാരം കരുതലോടെ നീങ്ങണം? വിവേകമാണ് ഏറ്റവും വലിയ ധനമെന്ന് വിശ്വസിക്കുന്നവരാണ് ചതയം നക്ഷത്രക്കാർ. ആ വിവേകം പണത്തിന്റെ കാര്യത്തിലും നിക്ഷേപത്തിന്റെ കാര്യത്തിലും എപ്രകാരം പ്രായോഗികമാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ മാർഗരേഖയാണിത്. വെറുമൊരു പ്രവചനത്തിനപ്പുറം വരാനിരിക്കുന്ന പ്രതിസന്ധികളെ എപ്രകാരം അതിജീവിക്കാമെന്നും ലഭിക്കുന്ന ഭാഗ്യങ്ങളെ എപ്രകാരം ഇരട്ടിയാക്കാമെന്നും പഠിപ്പിക്കുന്ന ഒരു സാമ്പത്തിക ജാതക വിശകലനമാണ്. 2026 ഏപ്രിൽ മാസത്തിൽ ചതയം നക്ഷത്രക്കാരുടെ ധനസ്ഥാനത്തിന്റെ അധിപനായ വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് 5ാം ഭാവമാണ്. 5ാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യലബ്ധിയെയും അപ്രതീക്ഷിത ധനസമ്പാദനത്തെയും സൂചിപ്പിക്കുന്നു. മുൻപ് നിക്ഷേപിച്ച തുകകളിൽ നിന്നോ കുടുംബ സ്വത്തുക്കളിൽ നിന്നോ ഉള്ള ലാഭം ഈ മാസം കൈവരും. ഏപ്രിൽ പകുതിയോടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ വർധനവ് അനുഭവപ്പെടും. ചതയം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ ബുദ്ധിശക്തി സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും. ഇതുവഴി ഷെയർ മാർക്കറ്റ്, സ്പെക്കുലേഷൻ എന്നിവയിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിച്ചേക്കാം. വളരെ കാലമായി ലഭിക്കാതെ നിന്നിരുന്ന പണം തിരികെ കിട്ടാൻ അനുകൂലമായ സാഹചര്യമാണ് ഏപ്രിൽ മാസത്തിലുള്ളത്. തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് 2026 ഏപ്രിൽ. ചതയം നക്ഷത്രക്കാരുടെ 10ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി വരുന്നത് തൊഴിലിൽ കഠിനാധ്വാനം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. സർക്കാർ ജോലിക്കാർക്കും IT മേഖലയിലുള്ളവർക്കും ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ടെങ്കിലും അത് വലിയ ഉത്തരവാദിത്തങ്ങളോടെയായിരിക്കും. സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ 5ാം ഭാവത്തിലെ സ്ഥിതിയും രാഹുവിന്റെ സ്വാധീനവും കാരണം പുതിയ വിസ ലഭിക്കാനും വിദേശത്ത് ജോലി ശരിയാകാനും സാധ്യതയുണ്ട്. ഇതിനകം വിദേശത്തുള്ളവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 14 ശേഷം സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത് കൊണ്ട് തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങളും പുതിയ ഓഫറുകളും തേടിയെത്തും. നൂതനമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണിത്. സാങ്കേതിക വിദ്യ, മരുന്നുകൾ, ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. അവിശ്വാസം മൂലം ബിസിനസ്സിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുള്ളതിനാൽ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക. ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കും ഈ മാസം പ്രശസ്തിയും പണവും ഒരേപോലെ ലഭിക്കും. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കുന്ന ഒരു മാസമാണിത്. ശനിയുടെ 2ാം ഭാവത്തിലെ സ്ഥിതി അനാവശ്യ ചെലവുകളെ സൂചിപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെയോ സ്വന്തം തന്നെയോ ആരോഗ്യ കാര്യങ്ങൾക്കായി പണം ചെലവാക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. വീട് പുതുക്കി പണിയാനോ വാഹനം മാറ്റാനോ ആയി വലിയൊരു തുക ചെലവാക്കേണ്ടി വന്നേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാണെങ്കിലും പെട്ടെന്നുള്ള സാമ്പത്തിക സമ്മർദ്ദത്തിന് കാരണമാകും. സുഹൃത്തുക്കൾക്കും ആഘോഷങ്ങൾക്കുമായി പണം അമിതമായി ചെലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ രണ്ടാം പകുതി വളരെ ഗുണകരമാണ്. നല്ല ആലോചനയ്ക്ക് ശേഷം മാത്രം കരാറുകളിൽ ഒപ്പിടുക. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഈ സമയം മികച്ചതാണ്. എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ വലിയ നഷ്ടസാധ്യത കാണുന്നു. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. 7.5 ശനിയുടെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. ആർക്കു വേണ്ടിയും സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാനോ മറ്റൊരാൾക്ക് വേണ്ടി കടം വാങ്ങാനോ ഈ മാസം മുതിരരുത്. ഇത് നിങ്ങളെ വലിയ നിയമക്കുരുക്കുകളിൽ എത്തിച്ചേക്കാം. കുടുംബാംഗങ്ങളുമായോ ബിസിനസ് പങ്കാളിയുമായോ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. പരുഷമായ സംസാരം സാമ്പത്തിക നഷ്ടങ്ങൾക്കും ബന്ധങ്ങൾ തകരാനും കാരണമാകും. കരാറുകളിലും ബാങ്ക് രേഖകളിലും ഒപ്പിടുന്നതിന് മുമ്പ് 2 തവണ വായിച്ചു നോക്കുക. ചതിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണിത്. കുടുംബത്തിനുള്ളിൽ സാമ്പത്തികപരമായ ചില ചർച്ചകളും തീരുമാനങ്ങളും ഈ മാസം ഉണ്ടാവാം. വീട് വാങ്ങാനോ പുതുക്കി പണിയാനോ വാഹനങ്ങൾ വാങ്ങാനോ കുട്ടികളുടെ ഭാവിക്കായി നിക്ഷേപം നടത്താനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായി ആലോചിക്കുന്നത് നല്ലതാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുക. മുതിർന്നവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അവരുടെ ആരോഗ്യപരമായ ചിലവുകൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക ബഡ്ജറ്റിനെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിലെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ആരോഗ്യപരമായ ചെലവുകൾക്ക് ഈ മാസം സാധ്യതയുണ്ട്. ചെറിയ അസുഖങ്ങൾക്കോ പതിവ് പരിശോധനകൾക്കോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരാം. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഒരു പരിധിവരെ ആശ്വാസമാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുൻഗണന നൽകുന്നത് ഭാവിയിലെ വലിയ ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനമെന്ന് ഓർമ്മിക്കുക. ജ്യോതിഷപരമായി ചതയം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില ഭാഗ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില ലാഭങ്ങൾ, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ അമിതമായി ഇവയിൽ ആശ്രയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത്, സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കായി പ്രത്യേക പൂജകൾ നടത്തുന്നത്, സാധുജനങ്ങൾക്ക് അന്നദാനം ചെയ്യുന്നത് എന്നിവയെല്ലാം സാമ്പത്തികപരമായ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ചതയം നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. ശിവഭജനം രാഹുദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. എല്ലാ തിങ്കളാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കൂവളമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം ദിവസവും ജപിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുക. കറുത്ത എള്ള് ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ശനി മന്ത്രം ദിവസവും ജപിക്കുക. ചതയത്തിന്റെ നക്ഷത്രനാഥൻ രാഹു ആയതിനാൽ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. സർപ്പബലിയിലോ നൂറുംപാലും വഴിപാടിലോ പങ്കുചേരുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഞ്ഞപ്പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുക. ഇത് ധനസ്ഥാനത്തെ ബലപ്പെടുത്തും. പക്ഷികൾക്കോ മിണ്ടാപ്രാണികൾക്കോ ആഹാരവും വെള്ളവും നൽകുന്നത് ചതയം നക്ഷത്രക്കാരുടെ കഠിന ദശകളെ കുറയ്ക്കാൻ സഹായിക്കും. 2026 ഏപ്രിൽ മാസം ചതയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ മുന്നേറ്റങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നിടുന്നു. എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി പണം കൈകാര്യം ചെയ്യുന്നതിൽ അച്ചടക്കം പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. വിദേശയാത്രയ്ക്കും കരിയറിലെ മാറ്റങ്ങൾക്കും ഈ സമയം സുവർണാവസരമാണ്. ആത്മീയമായ ചിട്ടകളും കഠിനാധ്വാനവും ചേരുമ്പോൾ ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമാകും.